ഹലോ നമ്മൾ രാത്രി 10 മണിയായപ്പോൾ ഡീമൺ സ്ലെയർ എന്ന് കണ്ടപ്പോൾ എനിക്കൊരു സംഭവം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഡീമൺ സ്ലെയറിലെ എല്ലാ മെയിൽ ക്യാരക്ടറിനും 6 പാക്ക് ഉണ്ട്. എനിക്ക് ഒരു കാലത്ത് 6 പാക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ ഞാൻ ദ്രവിച്ച പഴംപൊരി പോലെ. സോ അതുകൊണ്ട് നമ്മൾ മൂക്കുമുട്ട തിന്നിട്ട് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് ഓടാൻ പോകും. എനിക്കാണ് റമദാൻ മാസത്തിൽ പെലച്ചൊക്കെ എഴുന്നേറ്റുള്ള ശീലമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ വെളുപ്പിന് എഴുന്നേറ്റെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അതുകൊണ്ട് ഇത് ഞാൻ വീഡിയോ എടുത്ത് ഇൻസ്റ്റയിലോട്ട് ഇട്ട് എല്ലാവരും വിശ്വസിച്ചോളൂല്ലോ. പ്രത്യേകിച്ച് എന്റെ 150 ഫോളോവേഴ്സ്. ഇപ്പൊ എന്തായാലും 10-28 അപ്പൊ നമ്മൾ ഷാർപ്പ് വെളുപ്പിന് 6 മണിക്ക് എഴുന്നേക്കും. അപ്പൊ ശരിയെന്ന് ഞാൻ പോയി കിടക്കട്ടെ. ഷാർപ്പ് 6 മണി എന്നുള്ള ചെറുതായിട്ടൊന്ന് വൈകി. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 9 മണി ആകാറായി. സാരമില്ല, നമുക്ക് നാളെ തൊട്ട് ഓടാൻ പോവാം. ഇപ്പൊ നമ്മൾ ഇവനെ സ്കൂളിൽ കൊണ്ടേ വിടാൻ പോവാ. നമ്മളപ്പോ ഇവനെ വിജയകരമായി സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടു. സ്കൂളിൽ കൊണ്ടേ വിട്ടപ്പോ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് നിക്കടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവനക്ക് ഒരു ജാട. ഇത്രയും വലിയ സെലിബ്രിറ്റി എനിക്കും ഇല്ലേ ജാട. നമ്മൾ അവിടെ നേരെ 8-ാം മൈലിലോട്ട് വന്നു. ഇതിനെന്ന് വെച്ചാൽ ഒരു ചായ കുടിക്കാനോ കുമ്പളത്തെ ചായ കുടിച്ചു മടുത്തു. അപ്പൊ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ 8-ാം മൈലിലെ ചായ കുടിക്കാൻ വന്നിരിക്കും. ചായയും പിന്നെ ബ്രെഡിന്റെ അകത്ത് അവിലും പഴവും കുത്തിക്കേറ്റ് ഈ സാധനം പറയായിരിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിന്. പിന്നെ അവിടെ നമ്മൾ പടക്കുതിരി എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്തായാലും വീട്ടിലോട്ട് വന്നില്ല. അപ്പൊ ഒരു ചായ കുടിച്ചേക്കാം. കൂടെ പഴംപൊരി ഉണ്ടായിരുന്നു. പക്ഷേ ഈ കടക്കാരൻ പഴംപൊരിയുടെ ആത്മാവ് എടുത്ത് പൊരിച്ചു വെച്ചിരിക്കും. ചായയൊക്കെ കുടിച്ച് വീട്ടിലിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനുമാണ് വീടിന്റെ പുറകെ നിൽക്കുമ്പോൾ വീടിന്റെ പുറകെ പശു നിൽക്കും. നമ്മൾ പിന്നെ ഒരു മൃഗസ്നേഹി ആയതുകൊണ്ട് നമ്മൾ പിന്നെ ആ പശുവിനെ ഇങ്ങോട്ട് വിളിച്ച്. ആ പണ്ടാര കാലമാട പശു ഞാൻ വിളിച്ചപ്പോ വന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഇമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞു കടയത്തെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ BGMI കൂളർ എടുത്തുകൊണ്ട് കടയിലോട്ട് പോയി. കടയിലോട്ട് വന്നപ്പോ രാവിലെ സ്കൂളിൽ പോയി ഇവനൊക്കെ കടയിൽ നിൽക്കുന്നു. എന്തായാലും വന്നാലേ ഒരു ചായ കുടിച്ചിട്ട് വരാം. ഫോളോ ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോ കാണാം. അപ്പൊ ശരിയെന്നാ.